വണ്ടൻമേട് ആമയാർ MES ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സിനിമ TV താരം വിനോദ് കോവൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. മെസ്മറിക് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂൾ വാർഷികാഘോഷ പരിപാടിയിൽ MES സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VU ഹംസക്കോയ അധ്യക്ഷത വഹിച്ചു. സിനിമ TV താരം വിനോദ് കോവൂർ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. സമാധാനത്തിന്റെ പ്രതീകമായ വെള്ളരിപ്രാവിനെ പറത്തിവിട്ടുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കുട്ടികളുടെ മനസ്സ് എന്താണോ, അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതാവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നിങ്ങൾ കൊടുക്കണം. ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കരുത്. അത് വലിയ പാപമാണ്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ മനസ്സിന്റെ സമനിലയിലേക്ക് ജീവിക്കുന്നുണ്ട്. അവരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഒരു കൗൺസിലറും കൂടിയാണ്, കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ എറണാകുളം ജില്ലയിൽ ഒരു വീട്ടിൽ ചെന്നു. ബൗണ്ട്ലെസ് എന്ന പേരിൽ പുറത്തിറക്കിയ സ്കൂൾ മാഗസിൻ പ്രകാശനം വിനോദ് കോവൂർ നിർവഹിച്ചു. MES ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര സമർപ്പണം MES ജില്ലാ പ്രസിഡന്റ് PH ഹനീഫ റാവുത്തർ നിർവഹിച്ചു. അധ്യാപകൻ, മുൻ AEO എന്നീ ചുമതലകളിൽ സേവനം ചെയ്യുകയും ഇപ്പോൾ പോത്തിൻകണ്ടം SNUP സ്കൂൾ മാനേജറുമായ PK തുളസീധരന് പുരസ്കാരം സമ്മാനിച്ചു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ബയോളജി അധ്യാപിക സൈനബ ബിവി, ഹിന്ദി അധ്യാപിക അജിമോൾ TB എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ഇവർക്ക് സ്കൂൾ മാനേജ്മെന്റ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി സമ്മാനദാനം നിർവഹിച്ചു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ വിവിധ കായിക മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പഠന പാഠ്യേതര രംഗങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ, പ്രിൻസിപ്പാൾ ഫിറോസ് CM, സുരേഷ് കുമാർ S, അഡ്വക്കേറ്റ് നൂർ സമീർ, ഷാജിമോൻ പുഴക്കര, PTA പ്രസിഡന്റ് ലൗലി സാജു, HM ഫോറം സെക്രട്ടറി ബിജു ജോർജ്, റിയാസ് S തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ മജീഷ്യൻ ഷിബുമോൻ പത്തനംതിട്ട, രാജേഷ് കട്ടപ്പന എന്നിവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച മാന്ത്രിക ഗാനവിസ്മയ സന്ധ്യ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, അണക്കര.